ഹേയ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു നേരിമംഗലം പാലം. അപ്പോൾ ഒരു നേരിമംഗലം റൈഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ പ്ലാൻ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പാലങ്ങ് കയറി ഇറങ്ങുമ്പോഴത്തേനും വലത് സൈഡിലേക്ക് നമുക്കൊരു കാഞ്ചിരവേലി ദേവിയാർ റൂട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഒരു തൂക്കുപാലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ ആ റൂട്ടും കൂടി ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി. കാഞ്ചിരവേലി ഫോറസ്റ്റ് വില്ലേജ് നോക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടെന്തോ വഴിയൊക്കെ കാണുന്നുണ്ട്. എന്താണേലും നല്ല വഴിയാന്ന് തോന്നുന്നില്ല. കാര്യം പറഞ്ഞാൽ വഴി മോശമാണേലും നല്ല അടിപൊളി വൈബാട്ടാ. ഈ വലത് സൈഡിൽ നമുക്ക് പെരിയാർ കാണാം കേട്ടോ. അപ്പോൾ ആ നേരിമംഗലം പാലത്തിന് താഴെ ഒഴുകുന്ന പെരിയാറാണ് കേട്ടോ. സംഭവം 3-4 ദിവസം മഴയൊക്കെ ആയതുകൊണ്ട്, 3-4 ഒരാഴ്ചയായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് കലങ്ങി കിടക്കും കേട്ടോ. ഈ ഒരു സ്ഥലത്തെപ്പോഴും നല്ല തണുപ്പുണ്ട്. അപ്പം നമുക്കൊരു പരിധിയിൽ കൂടുതൽ സ്പീഡ് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് സ്പീഡ് എടുത്തേക്ക് വരുമ്പോഴായിരിക്കും നല്ലൊരു അടാറ് കുഴി വരുന്നത്. MTB ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു. നമ്മുടെ സൈക്കിളിന് പറ്റൂല. കൊള്ളാലോ. പോകാനുണ്ടോ? ഒരു 4 കിലോമീറ്റർ അല്ലേ? ഞാൻ കോട്ടയം. 4 കിലോമീറ്റർ അല്ലേ? 4 കിലോമീറ്റർ വഴിക്ക് തന്നെ പോയാൽ മതി. വേറെ വഴിയൊന്നും വഴിക്ക് തന്നെ പോയാൽ ചെന്ന് തീരുന്നത് ഒരു കാടിന്റെ അടുത്ത റോഡിന്റെ അടുത്ത് തന്നെയാണ് തൂക്കുപാലം. ആണോ? തെക്കോട്ട് വന്നു അവിടെ വരെയുള്ള വഴി, അത് ഇനി വഴിയില്ല. ഓ വഴി തീരുന്നിടത്തല്ലേ? ശരി കേട്ടോ. ഓക്കെ താങ്ക് യു. ഈ സൈഡിലൊക്കെ ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പറേ സൈഡിൽ, അതായത് വലത്ത് സൈഡിൽ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഭാഗത്തായിരിക്കും കാട്. അപ്പോൾ അവിടെ നിന്ന് ആന ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം.
അപ്പോൾ സ്ഥലം നല്ല നൈസ് സ്പോട്ടാട്ടോ. നമുക്ക് ഇപ്പോൾ ഇതിൽ ഈ സമയത്ത് ഇവിടെ ഇറങ്ങാനോ കുളിക്കാനൊന്നും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ചെളിവെള്ളമാണ്. അപ്പോൾ ചെളിവെള്ളം ആകുമ്പോൾ നമുക്ക് കുഴിയുണ്ടോ ആഴം എന്തായാലും ഉണ്ടോയെന്നൊന്നും അറിയാനും പറ്റത്തില്ലല്ലോ. കൊള്ളാം കേട്ടോ. ഇവിടുന്ന് പറഞ്ഞാൽ 2 സൈഡിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇവിടുന്ന് വരുന്നുണ്ട്, അവിടുന്ന് വരുന്നുണ്ട്. പിന്നെ അവിടെ ചെറിയ ചാല് പോലെ ഉണ്ട്, അവിടുന്ന് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ തൂക്കുപാലം. മലകൾ ഒരു ചെറിയ ഇടിയല്ലേ ആക്കട്ടെ. ഓ യെസ്, കാഞ്ഞിരവേലി ഇഞ്ചപ്പെട്ടാൽ തൂക്കുപാലം. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വഴി. അപ്പോൾ അതേ സൈക്കിളോടെ വെച്ചിട്ട് നമ്മളിത് നടന്നിറങ്ങുകയാണ്. സാധാരണ നമ്മൾ സൈക്കിൾ വെച്ചിട്ട് പോകാറില്ല, ആ സൈക്കിളും കൊണ്ടുപോകാറുണ്ട്. പക്ഷേ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു നല്ല മഴ വരുന്നുണ്ട്. അപ്പം മഴ വരുന്നതിന് മുമ്പ് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് കണ്ടിട്ട് പോകും. ഇതോ ഇവിടെയൊക്കെ കാർമേഘങ്ങൾ. ഉടനെ ഒരു മഴ ഉണ്ടാകും. നൈസ് വ്യൂ കേട്ടോ. അവിടെ നല്ലൊരു കിടുക്ക് മല കാണാം. ഇവിടെ സാധാ തൂക്കുപാലം പോലെ അത്ര ഒരു കുലുക്കൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതോ അവിടെ കുറച്ച് ചേട്ടന്മാർ മണൽ വരുവാന്ന് തോന്നുന്നു. ശരിക്കും കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ ദേ ഇവിടെ ഇപ്പം ഈ തൊട്ട് താഴിപ്പം മണലാട്ടോ. നല്ല മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിട്ട് ആ ഒരു സീൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ദൂരെ മലകളൊക്കെ കാണത്തില്ലേ, നൈസ് വ്യൂ കേട്ടോ. ഇതുപോലെ മലയൊക്കെ കാണുമ്പോൾ വന്നിട്ട് കയറണം എന്നൊക്കെ ഉണ്ടാവും. വാവ്, നൈസ്. ചെറുതായിട്ട് മഴ തിരിച്ചു പോയേക്കാം. ഇതുകൊണ്ട് അവിടെ നിന്ന് മഴ വരുന്ന സൗണ്ട്. മഴയത്തൊരു സൈക്കിൾ റൈഡ് വൈബായിരിക്കും അല്ലേ. അവിടെയൊക്കെ ഓൾറെഡി മഴ പെയ്തു കേട്ടോ. തൂക്കുപാലത്തിൻ്റെ അക്കരെ ആണോ? വഴിയുണ്ടോ? ആണോ? ഓ ആണല്ലേ. ആ ആ ആ ചേട്ടനോട് കയറി ഇരിക്കാൻ പറ. മോദോ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കോട തന്നെ കണ്ടോ പുള്ളി. ഇവിടെ നിന്ന് ഇനി ഒരു 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്, നേരിയമംഗലത്തിന്. മഴ റൈഡ്. ഇപ്പം ഇവിടെ എന്തിനാണ് നിർത്തിയെന്ന് വെച്ചാൽ 2 ഫോട്ടോ എടുക്കാൻ നിർത്തിയ കേട്ടോ. പ്രകൃതി ഇത്തിരി സുന്ദരമായിട്ട് അവിടെ കണ്ടാലും നമുക്ക് ഫോട്ടോ എടുക്കണം, എന്താണെന്ന് അറിയില്ല. അപ്പോൾ വീണ്ടും മഴ കൂടുന്നതിന് മുമ്പ് ബാക്ക് ടു നേരിയമംഗലം.